കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. കുംഭീന്ദ്രൻ പോയി ത്രികൂടാജലസരസിൽ പണ്ടഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ച മകരി കടിവിടാഞ്ഞായിരത്താണ്ടുഴന്നു. അന്നേരം പോന്നു വന്നു മുരരിപുകരുടാരൂഢനായി ധ്യാനശക്തിയാൽ നക്രം ചക്രേണ കൊന്ന കരിവരനു സായുജമേകേ മുകുന്ദൻ. ഇന്ന് ഗജേന്ദ്രമോക്ഷ ചാർത്തിരിക്കണത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. താഴ്ത്തതാ ഗജേന്ദ്രൻ താമരപ്പൂ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. ഗജേന്ദ്രൻ്റെ കാലുമേൽ ചെറുതാക്കിയിട്ടാണ് ചാർത്തിരിക്കണത്. കാലുമേൽ മുതല കടിച്ചിരിക്കുന്നുണ്ട്. ഭഗവാനെ വിളിച്ചുകൊണ്ടാണ് പോയത്. താമരപ്പൂ അർച്ചിക്കാൻ നിൽക്കണം. ഭഗവാൻ അച്ഛത് ആ ഗരുഡൻ്റെ പുറത്താണ് ചാർത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഗരുഡൻ്റെ പുറത്ത് പറന്നുകൊണ്ട് വരികയാണ്. ഗരുഡനെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ട് കളഭ കൊണ്ട് പൊന്നു ഗുരുവായൂരപ്പൻ കാല് രണ്ടിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഗരുഡൻ്റെ പുറത്ത് ഇരുന്നുകൊണ്ട് രണ്ട് കാലുമേലും പന്തളകൾ കാണാം. മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമട്ട് മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തൊരു മാല, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ശംഖചക്ര ഗതാപത്മത്തോടുകൂടി ഗുരുവായൂരപ്പൻ നാരായണനായിട്ട് ആ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഗരുഡൻ്റെ പുറത്ത് വരികയാണ്. അങ്ങനെയാണ് ശ്രീലകത്തെ കളഭാലങ്കാരം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ. ശംഖും ചക്രം ഗതപത്മത്തോടു കൂടി നിൽക്കണ പൊന്നു ഗുരുവായൂരപ്പൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോട് സംരക്ഷിക്കാൻ തയ്യാറായിട്ട് ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ ആ ഗരുഡൻ്റെ പുറത്ത് ഓടി പറന്നു വന്നിരിക്കണത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. ഇതിൽ പരം നമുക്ക് എന്താ ഉണ്ട്? കണ്ണൻ എപ്പോഴും ഭക്തന്മാരെ സംരക്ഷിച്ചുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന് മുകളിൽ ആ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതും ഒന്ന് വെളുത്ത പുഴവും തുളസിയായിട്ടുള്ളതും. കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് താമരപ്പൂവ് മാത്രമായിട്ടുള്ളതൊന്നും, ഒന്ന് എന്താ പറയുക, വെളുത്ത പൂവ്, തെച്ചിപ്പൂവ്, തുളസിപ്പൂവായിട്ട് അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് ആ 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് 2 തെച്ചിയും തുളസിയായിട്ട് 2 വെളുത്ത പൂവും തുളസിയായിട്ട് 2 അങ്ങനെ പിന്നെ കണ്ണന് പറയപ്പെട്ട തുളസിപ്പൂണ്ട് നല്ല തടിച്ചു വരേണ്ട ഒരു ഉണ്ടമാലയും. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ പൊന്നു ഗുരുവായൂരപ്പൻ ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ വരികയാണ്. താഴ്ത്തതാ ഗജേന്ദ്രൻ അവസാനത്തെ പൂവ് അർച്ചിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഗജേന്ദ്രൻ്റെ കാലുമിൽ അതാ മുതല കടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെന്ന് ചാർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല സന്തോഷവും അത്ര രസമായിട്ടാണ്. നാരായണ അനുഗ്രഹിക്കണേ. പോയല്ലോ മകനെന്നു വെച്ചധികമായാതിപ്പെടുന്നു മനം, ചെയ്യുന്നു നവനീത ഖണ്ഡമുറിവേമേലാരും ഭുജിക്കായികയാൽ പുത്തൻ പൂന്തുകൽ ചാർത്തുമെൻ മടിയിലായി കാൽ കൊണ്ട് പൂവിട്ടുഹ നൃത്തം വെച്ചു കളിക്കുമോമനെ ഞാൻ കാണുന്നതെന്നാണിനി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ ഗജേന്ദ്രമോക്ഷമായിട്ട് കാണുന്ന കളഭാലങ്കാരം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ ഗജേന്ദ്രനെ രക്ഷിക്കാൻ വരുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഗരുഡൻ്റെ പുറത്തിരിക്കണം. പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ച് നമുക്ക് ഉറക്ക നാമം ജപിക്കാം. ഹരേ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നാമം ജപിക്കല്ലേ. പൊന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഗരുഡൻ്റെ പുറത്തിരിക്കുന്നത്. ഭക്തന്മാരെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ അനുഗ്രഹിക്കട്ടെ, ഭക്തി ഉണ്ടാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നാമം. നാരായണ 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 നാരായണ. ഹരേ ഹരേ.